എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അതിൽ തന്നെ ആദ്യമായി അശ്വതി നക്ഷത്രം. ആരോഗ്യം തൃപ്തികരമായിരിക്കും. കുടുംബവുമായി സന്തോഷത്തോടുകൂടി പോകുവാൻ സാധിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഇന്നത്തെ ദിവസം ക്ഷമയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണണം. കലഹം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾക്ക് മികച്ച ദിവസമായിരിക്കും. യാത്രകൾ കൊണ്ട് ഗുണം ഉണ്ടാവുകയില്ല. ദേഷ്യം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. വിചാരിച്ച കാര്യങ്ങൾ നടക്കാത്തതിൽ അല്പം നിരാശയുണ്ടാകും. അതുപോലെ തന്നെ പ്രണയകാര്യങ്ങളിൽ ദുഃഖം ദൃശ്യമാകും. പിതാവിൽ നിന്നും നല്ല അനുഭവം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. അന്യദേശ യാത്രയ്ക്ക് അനുമതി ലഭിക്കും. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. മാതാവിൽ നിന്നും സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. വരുമാനത്തിൽ വർധനമുണ്ടാകും. ആത്മവിശ്വാസം വർദ്ധിക്കും. അന്യരെ സഹായിക്കുവാനുള്ള മനസ്സ് കാണിക്കും. അടുത്തത് പുണർന്ന നക്ഷത്രമാണ്. വിവാഹ ആലോചനകൾ തീരുമാനത്തിലെത്തും. എല്ലാവരുമായി നല്ല രീതിയിൽ പെരുമാറുവാൻ ഇന്നത്തെ ദിവസം സാധിക്കുന്നതായിരിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. ആരോഗ്യപരമായി മികച്ച ദിവസമായിരിക്കും. പഠിക്കുന്ന കുട്ടികൾക്ക് അനുകൂലമായ ദിവസമാണ്. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. വളരെ കാലമായി കൊണ്ടു നടന്നിരുന്ന ആഗ്രഹങ്ങൾ സഫലമാകും. വിദേശത്തും മറ്റും ജോലി ചെയ്യുന്നവർക്ക് മികച്ച ദിവസം തന്നെയായിരിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ആരോഗ്യം ശ്രദ്ധിക്കുക. കൂടാതെ തന്നെ പണം കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധയോടുകൂടി വേണം. അടുത്തത് പൂരം നക്ഷത്രമാണ്. സിനിമാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ദിവസമായിരിക്കും. അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് ലാഭം നേടാൻ പറ്റിയ ദിവസം തന്നെയാണ്. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. പ്രശസ്തിയും വിജയവും വന്നു ചേരുന്നതായിരിക്കും. അംഗീകാരം ലഭിക്കും. യാത്രകൾ നിമിത്തം ഗുണകരമായ അനുഭവങ്ങളുണ്ടാകും. ജോലിയിൽ സ്ഥിരമാകാനുള്ള സാഹചര്യവും വന്നു ചേരും. അടുത്തത് അത്തം നക്ഷത്രമാണ്. ആഹാരം കഴിക്കുവാൻ സാധിക്കാത്ത രീതിയിലുള്ള അസുഖങ്ങൾ വന്നേക്കാം. രോഗങ്ങൾ കൊണ്ടുള്ള ധനച്ചിലവ് കൂടുന്ന ദിവസമായിരിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. സ്ത്രീകൾ മൂലം സുഖവും സമാധാനവും ഉണ്ടാകും. ക്ഷേത്ര ദർശനം സാധ്യമാകും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് ചോതി നക്ഷത്രമാണ്. യാത്രയിൽ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. പ്രയത്നത്തിന് തക്കവണ്ണമുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. പല വിധത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതായിരിക്കും. സഹോദരങ്ങളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. പ്രണയകാര്യത്തിൽ മികച്ച ദിവസമായിരിക്കും. കാര്യങ്ങൾ വളരെയധികം അനുകൂലമാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മികച്ച ദിവസമായിരിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ദൂരയാത്ര നിമിഷം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. ധനപരമായ ചിലവുകൾ വന്നേക്കാം. അതുപോലെ തന്നെ ഓഫീസിലും മറ്റും സഹപ്രവർത്തകരിൽ നിന്നും മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അടുത്തത് മൂലം നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾക്ക് മികച്ച ദിവസമായിരിക്കും. കുടുംബത്തിൽ പൊതുവെ സമാധാനം നിലനിൽക്കുന്നത് കാണുവാൻ സാധിക്കും. പല എതിർപ്പുകളെയും അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. തൊഴിലിലും കലാരംഗത്തും വിജയവും അംഗീകാരവും ലഭിക്കും. വിദ്യാപരമായ കാര്യങ്ങൾക്ക് യാത്രകൾ വേണ്ടി വരുന്നതായിരിക്കും. പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ സുഖം ദൃശ്യമാകും. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. ഇഷ്ടഭക്ഷണ ലബ്ധി ഉണ്ടാകുന്നതായിരിക്കും. മാതാവിന് സൗഖ്യം പ്രാപിക്കുന്നതായിരിക്കും. പല വിധത്തിലുള്ള ക്ലേശങ്ങൾക്ക് അറുതി വരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. കുടുംബകലഹം ഉണ്ടാകാം. അതുപോലെ തന്നെ അയൽക്കാരുമായിട്ടുള്ള കലഹങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പലവിധമായ പ്രയാസങ്ങൾ ഇന്നേ ദിവസം അനുഭവത്തിൽ വരാം. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. കുടുംബത്തിൽ കലഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
എന്നിരുന്നാൽ തന്നെയും സാമ്പത്തികമായ നേട്ടം പല കോണുകളിൽ നിന്നും വന്നു ചേരുന്നതായിരിക്കും. അടുത്തത് ചതയം നക്ഷത്രമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള തീരുമാനങ്ങൾ എടുക്കും. വിദ്യാർത്ഥികൾക്ക് മികച്ച ഒരു ദിവസമായിരിക്കും. കച്ചവടത്തിൽ നിന്നും മികച്ച നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്നും മികച്ച പ്രതികരണം ലഭിക്കുന്നതായിരിക്കും. ശത്രുക്കളുടെ തന്ത്രങ്ങളെയൊക്കെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ്. കടബാധ്യതകൾ തീർക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ആരോഗ്യപരമായ ഒരു ദിവസമായിരിക്കും. മംഗളകർമ്മങ്ങളിലും മറ്റും പങ്കെടുക്കുവാൻ സാധിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. ധനപരമായ കാര്യങ്ങൾ വിജയിക്കുവാൻ സാധിക്കും. ഗുണകരമായ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ ഇന്നേ ദിവസം സാധിക്കുന്നതായിരിക്കും. ആരോഗ്യനില വളരെയധികം മികച്ചതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.